ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് മൂകാംബികയിൽ. ഞങ്ങൾ ഈ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ട്രാവലറിൽ ഇനി മുരുടേശ്വരിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 15ഉം രണ്ട് കൊച്ചുങ്ങളെ കൂട്ടി 17 പേരാണ്. അപ്പോൾ 2400 രൂപയ്ക്ക് ടെമ്പോ ട്രാവലറിൽ എല്ലാം ഓക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുരുടേശ്വരിലേക്ക് പോകുന്നു. നല്ല മഴയാണ് ഇപ്പോഴും. രാത്രി മൊത്തം മഴയായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. 2 കുട്ടികളെ എഴുത്തിനിരുത്താൻ പറ്റി. അങ്ങനെ നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് നേരെ മുരുടേശ്വരിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൊടൈക്കനാലിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. നല്ല കോട ഇങ്ങനെ മലനിരകളിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്താ പറയുന്ന അമ്പര ചുംബികളെന്നൊക്കെ പറയത്തില്ലേ, ആ മലയുടെ മുകളിൽ ഇങ്ങനെ കോട തെളിഞ്ഞ് നിൽക്കുകയാണ്. കാണാൻ നല്ല, ഇപ്പോഴാണ് നല്ലൊരു അന്തരീക്ഷം വന്നത്. രാത്രി മുഴുവനും മഴയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വണ്ടി കേട്ടോ. ഞങ്ങൾ യാത്രയാവുകയാണ് ഇവിടുന്ന് മുരുടേശ്വരിലേക്ക്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വണ്ടി ആണ് കിട്ടിയത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ പല വണ്ടിയിലായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ദേവിക്ക് ഞങ്ങളുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോ വയ്യന്തൂരിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ നനഞ്ഞു കിടന്ന ഒരു അന്തരീക്ഷമാണ്. റോഡൊക്കെ നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട്. നമ്മളെ കേരളത്തിലെ റോഡ് പോലെയല്ല, ഇവിടുത്തെ കർണാടകയിലെ റോഡൊക്കെ നല്ല മനോഹരമായ റോഡാണ്. വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ടാവാം റോഡ് നമുക്കൊന്നും പേടിക്കേണ്ട, ഒരു കുഴി പോലും ഇല്ല. വളരെ മനോഹരമായ യാത്രയാണ്. ഇതാണ് നമ്മളെ അനിയൻ സന്തോഷാണ് ഞങ്ങളെ ഡ്രൈവർ. ചെറിയ പയ്യൻ, നല്ല ആള് കാണാനും നല്ല സൂപ്പറാണ്. മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് കേട്ടോ. സന്തോഷ് ഭായ് നമ്മളെ ഡ്രൈവർ. ശിരൂർ ടോൾ ഗേറ്റിലെത്തി. ഇനി ഇവിടുന്ന് ടോള കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇനി ഇവിടെ 4 കിലോമീറ്റർ ആണ് മുരുടേശ്വര ടെമ്പിളിലേക്ക്. ഞങ്ങള് മുരുടേശ്വരം ആകാറായി. കർണാടകയിലാണെങ്കിലും ഇവിടെ മഴയുടെ ലക്ഷണമൊന്നുമില്ല. മഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഈ സമയത്ത്. ഇവിടെ ഇഷ്ടംപോലെ മലകളും അതിനനുബന്ധമായി ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ മുരുടേശ്വർ. നല്ല പ്രകൃതി ഭംഗിയാണ്. ക്ഷേത്ര കവാടം കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. മുരുടേശ്വര ടെമ്പിൾ എത്തി ഞങ്ങൾ. ഞങ്ങൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ഞങ്ങള് ക്ഷേത്രത്തിനകത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ കൂടെയുള്ളവർ അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഞങ്ങളിത് 3ാമത്തെ തവണയാണ് മുരുടേശ്വരിൽ വരുന്നത്. നല്ല രസമുണ്ട്. ഇനി അകത്തെ വിശേഷങ്ങൾ പറയാം. ക്ഷേത്രത്തിന്റെ മുൻവശമാണ്. നല്ല ഉയരമുള്ള ഒരു ഗോപുരമാണ്. ഇട സൈഡ്
ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇട സൈഡ് മൊത്തം സമുദ്രവും നമ്മള് ഫിഷിംഗ് ബോട്ടുകളും ഒക്കെയാണ് ഈ കിടക്കുന്നത്. അത് കഴിഞ്ഞ് വലതോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പാർക്കിംഗ് ഏരിയ, അതിനപ്പുറവും ഞാൻ ഈ പറഞ്ഞ കടലിലായി ചുറ്റപ്പെട്ട നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ആ കിഴക്ക് ഭാഗം ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയയും അങ്ങനെയുള്ള റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാൻ കഴിയും. ഞാനിപ്പോൾ ക്ഷേത്രത്തിലകത്തോട്ട് പോവുകയാണ്. മഴ തൽക്കാലം ഇല്ലെന്നാണ് തോന്നുന്നത്. മഴ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. രാവിലെയും നല്ല മഴയായിരുന്നു. ഇത് ക്ഷേത്ര കവാടത്തിന്റെ ഇടത് ഭാഗത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് സൈഡാണിത്. അവിടെ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാം. കടൽക്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു ഇതാണ്. അപ്പോ ഇനി നമ്മളെല്ലാം ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കടൽ അതിന്റെ സൗന്ദര്യം പത്തി വിടർത്തി തിരമാലകളാൽ ആകർഷിക്കുകയാണ്. നല്ല വെയിലാണ്. കർണാടകയുടെ എല്ലാ ഭാഗവും മഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ കുന്ദാപുരവും മുരുടേശ്വര ക്ഷേത്ര പരിസരവും കുറച്ച് മഴ കുറവുണ്ട്, പക്ഷേ നല്ല വെയിലുമുണ്ട്. ഗജവീരന്മാർ അകമ്പടി സേവിക്കുകയല്ല, ഗജവീരന്മാരുടെ സൗന്ദര്യം നമുക്ക് ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ ഫ്രണ്ട് സൈഡ് ഇടത്തും വലത്തും നെറ്റിപ്പട്ടമെല്ലാം കെട്ടിയ ഗജവീരന്മാർ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ 2 പ്രാവശ്യം വന്നിട്ട് 3ാമത്തെ പ്രാവശ്യമാണ്. ഇത് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ആ ആഗ്രഹം പൂർത്തിയാ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ശിവക്ഷേത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എത്ര പ്രാവശ്യം വന്നാലും നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു. ക്ഷേത്രത്തിലെ ഇവിടെ ശിവനെ കുറിച്ചുള്ള വചനം നടക്കുകയാണ്. ഭക്തിയും വൃത്തിയും എല്ലാം കൂടെ ഇടകലർന്നുള്ള ഒരു ക്ഷേത്രം ശ്രീ മുരുടേശ്വര ടെമ്പിൾ. ഇതാണ് ക്ഷേത്രത്തിന് മുകളിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് കടല് കാണുന്ന വ്യൂ ആണിത്. താഴെ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു വ്യൂ ആയിരിക്കും, പക്ഷെ അകത്ത് കയറുമ്പോൾ നമുക്ക് മറ്റൊരു മനോഹാരിതയാണ് ഇവിടെ ദൃശ്യമാക്കുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ പുറകു വശമാണ്, പടിഞ്ഞാറ് സൈഡ്. പടിഞ്ഞാറും വടക്കും കിഴക്കും സമുദ്രമായി ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ശിവക്ഷേത്രത്തിന്റെ മെയിൻ വിഗ്രഹത്തിന്റെ ബാക്ക് സൈഡാണ്. ആ ഗോപുരത്തിന്റെ പിൻഭാഗമാണിത്. നമ്മളെ ക്ഷേത്ര ഗോപുരത്തിന്റെ പിൻഭാഗമാണ്.
ഞങ്ങളിപ്പോ മുകളിലോട്ട് പോവുകയാണ്. മുകളിലേക്കുള്ള ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ശിവക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഉള്ള ബാക്ക് സൈഡുള്ള കാഴ്ചയാണ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. പിന്നെ നല്ല മെയിൻ്റെനൻസ് ആണ് ഇവിടെ. ചെടികളും പൂക്കളും പുൽത്തകിടിയും ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. ശിവന്റെ ഏറ്റവും വലിയ പ്രതിമ. നമ്മൾ മംഗലാപുരത്ത് നിന്ന് ഗോവയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഈ മുരുടേശ്വരായെന്ന് ഏത് രാത്രി ആയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ഉയരത്തിലാണ് ഈ ശിവന്റെ സ്റ്റാച്ചു. വളരെ മനോഹരമാണ് കാണാൻ. അങ്ങ് അകലെ മഹാഭാരത യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അർജുനൻ കൃഷ്ണനായിരിക്കുമ്പോൾ കൃഷ്ണൻ ഉപദേശിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇത് മഹാഭാരത യുദ്ധത്തില് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന രംഗമാണിത്. മഹാഭാരത യുദ്ധത്തില് വെള്ള കുതിരകളാൽ കൂട്ടിയ രഥവും അതിനോട് ആ ഫേസ് കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് അർജുനൻ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. ഇത് കാണുമ്പോൾ മഹാഭാരത യുദ്ധമാണ് നമുക്ക് ഓർമ്മ വരും. സൂര്യഭഗവാന്റെ മനോഹരമായൊരു സ്റ്റാച്ചു. മുരുടേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ശിവന്റെ സ്റ്റാച്ചുവിന്റെ പുറകുവശമുണ്ട്. ഇതിന്റെ തൊട്ട് പുറകെയായിട്ട് നമുക്ക് സമുദ്രം കാണാൻ സാധിക്കും. അത് നല്ല ഒരു വ്യൂ ആണ്. അതായത് ഇതിന്റെ മുകളിൽ നിന്ന് അത് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും വിശദാംശമായിട്ട് മനസ്സിലാവൂ. അത്രയ്ക്ക് നല്ല കാണാൻ മനോഹരമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. കോവിലിന്റെ മറ്റൊരു ഭാഗമാണ് ഇതിന്റെ കിഴക്ക് സൈഡ്. ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഒരു രഥത്തിന്റെ ഒരു മോഡലാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അർജുനന് സാരോപത് ചെയ്യുന്ന കൃഷ്ണനും കുതിരകളുടെയും വീണ്ടും ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. അതിന് മറു സൈഡാണ് നമ്മൾ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. ഡോക്ടർ RN ഷെട്ടി, ഇദ്ദേഹം ആഗസ്റ്റ് 15 1928 17 ഡിസംബർ 2020 ഇത് ഈ ഒരു സ്റ്റാച്ചു കൂടെ ഉദ്ഘാടനം ചെയ്തത്. നിങ്ങളെ മുരുടേശ്വർ ആ ശിവക്ഷേത്ര ദർശനമെല്ലാം വളരെ ഭംഗിയായി നടത്തി ഞങ്ങൾ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. താങ്ക് യു.